ഈ തിരക്കുകളും സ്ട്രെസ്സും നിറഞ്ഞ ഡ്യൂട്ടി ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ എനിക്കൊരു ഓഫ് ഡേ കിട്ടി. അലാറം വെക്കാതെ തിടുക്കമില്ലാതെ ഉണരാൻ ഈ ഒരു മോർണിംഗ് ഏതൊരു നഴ്സിൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ്. അപ്പോൾ കുറച്ച് മ്യൂസിക് ആവാം. ആക്ച്വലി എണീറ്റ് ഡെയിലി റൊട്ടീൻ കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെൽഫ് കെയർ ടൈമിലേക്കാണ് പോകുന്നത്. AC എപ്പോഴും ഓണായതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയൊക്കെ തണുത്ത് വച്ചു വിട്ടാം. ഇനി അടുത്ത് നമുക്ക് അലക്കാൻ പോയാലോ? പൊതുവേ അലക്കൽ വലിയ പണിയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. നമുക്ക് അലക്കണമെങ്കിൽ 2 ദിവസത്തിൻ്റെ കോയിൻ വേണം. ഡ്രയറിലിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ 3 ദിവസവും. പക്ഷേ ഞാൻ ഡ്രയർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ നേരെ ബാൽക്കണിയിൽ കൊണ്ടിട്ട് വെച്ച് ചൂടിൽ ഉണക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ 38 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കുന്ന കിറ്റാട്ടോ, അതൊന്ന് വാഷ് ചെയ്ത് ഉണക്കാനും ഇടാട്ടോ. ഇതിൽ വലിയൊരു പണി എനിക്ക് കിട്ടാനേ ഇല്ലായിരുന്നു. അലക്കാനിട്ട തുണി ശരിക്കും ഡ്രെയിൻ ആയില്ല. പിന്നെ ഞാൻ പിഴിഞ്ഞങ്ങ് ഇട്ടു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ, ഈ ഗപ്പികളിട്ടിരിക്കുന്ന ബൗളിൽ വെള്ളം ചേഞ്ച് ചെയ്യാന്നുള്ളൂ. ഓഫ് ഡേയിലാണ് ഞാനത് ചേഞ്ച് ചെയ്യാറ്. പക്ഷേ ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ലാട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീനുകൾ ചത്തു കേട്ടോ. പിന്നെ പതിവില്ലാത്തൊരു കാര്യം ചെയ്തു, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. സാധാരണ അങ്ങനെ പോകാറില്ല കേട്ടോ. കഴിച്ചതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ജിമ്മിൽ പോയി കുറച്ച് നേരം. അടുത്താണ് എൻ്റെ ഫേവറേറ്റ് പാട്ട്. ഇതിന് ശേഷം ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി രാത്രി ഈ ഒരു ചൂടൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കളിക്കാൻ തുടങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.